വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം പ്രതി അഫാനെ ഇന്ന് ജയിലിലേക്ക് മാറ്റും. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താകും നടപടി. ശേഷം കസ്റ്റഡി അപേക്ഷ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2 കേസുകളിലാണ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചെയ്യുന്നുണ്ട്. സൂര്യ, ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം പ്രതി അഫാനെ ഇന്ന് ജയിലിലേക്ക് മാറ്റും. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തായിരിക്കും നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്തൊക്കെ നടപടിയായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അഫാന്റെ ഉമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? അച്ഛന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ബന്ധുക്കളുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് അടക്കം ചോദിച്ചറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അഫാന്റെ പിതാവിൽ നിന്ന് വിവരങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അഫാൻ പറയുന്ന മൊഴിയും അഫാന്റെ പിതാവ് പറയുന്ന മൊഴിയും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. അതിലടക്കം ഒരു കൃത്യത വരുത്തേണ്ടതായിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നുള്ളതാണ്. നിലവിൽ അഫാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യാനുള്ള തീരുമാനമാണ് അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. പക്ഷേ മാനസികമായിട്ടും ആരോഗ്യസ്ഥിതിയും വഷളായതിനാലാണ് അഫാന്റെ ചോദ്യം ചെയ്യൽ വൈകിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അഫാന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അഫാനെ ജയിലിലേക്ക് വിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലീസ് എത്രയും വേഗം തന്നെ പൂർത്തിയാക്കും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയതിന് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ 2 കൊലപാതകങ്ങളിലാണ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പെൺസുഹൃത്തായിട്ടുള്ള ഫർസാന, അതുപോലെ തന്നെ പിതാവിന്റെ അമ്മ, ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കേസും കൂടി ഉണ്ട്. അതിലടക്കം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം അടക്കം ഈ ഉപ്പാന്റെ ബാധ്യത മൂലമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പോയത് എന്നുള്ളതായിരുന്നു അഫാന്റെ മൊഴി. പക്ഷേ അഫാന്റെ പിതാവ് നൽകിയ മൊഴിയിൽ അത്തരത്തിൽ ഈ വിദേശത്തെ കടബാധ്യത അടക്കം നാട്ടിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ ഈ ഇത്രയും കടം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നും അബ്ദുൾ റഹീം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തി ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ അഫാന്റെ കസ്റ്റഡി അപേക്ഷ നൽകി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്.